ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ക്രിസ്മസ് പരീക്ഷയുടെ ഒരു മോഡൽ എക്സാം പേപ്പറാണ്. 3ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പരിസര പഠനത്തിൻ്റെ ചോദ്യപേപ്പറാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം മതിയെങ്കിൽ STD3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അതിലെല്ലാ വിഷയങ്ങളുടെയും ചോദ്യപേപ്പർ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1. സുന്ദരി പൂമ്പാറ്റ. വർണ്ണച്ചിറകുകൾ വീശി വീശി പാറി വരുന്ന പൂമ്പാറ്റകൾക്ക് എന്തു ഭംഗിയാണ്. ചെടികളിൽ പഴങ്ങളും പച്ചക്കറികളും ഉണ്ടാകാൻ പൂമ്പാറ്റകളും സഹായിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ചിത്രത്തിലെ പൂമ്പാറ്റയ്ക്ക് നിറം നൽകൂ. നോക്കിക്കേ മക്കളെ, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ മനോഹരമായിട്ട് നിറം നൽകണേ. ചോദ്യം എ. ജീവിതചക്രത്തിൽ പൂമ്പാറ്റയ്ക്ക് 4 ഘട്ടങ്ങൾ ഉണ്ടെന്ന് അറിയാമല്ലോ. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഘട്ടങ്ങൾ എഴുതി ചേർക്കൂ. ആദ്യം തന്നിരിക്കുന്നത് ചിത്രശലഭമാണ് അല്ലെങ്കിൽ പൂമ്പാറ്റയാണ്. രണ്ടാമതുള്ളത് പുഴുവാണ് അല്ലെങ്കിൽ ലാർവയാണ്. മൂന്നാമത്തേത് മുട്ടയാണ്. നാലാമത്തേത് പ്യൂപ്പയാണ്. ചോദ്യം ബി. ചിത്രത്തിലെ പൂമ്പാറ്റയ്ക്ക് മഞ്ഞ നിറം നൽകൂ. മഞ്ഞ നിറം നൽകണേ. ഇത് ഏതിനം പൂമ്പാറ്റയാണ്? മഞ്ഞ നിറത്തിൽ കാണുന്ന പൂമ്പാറ്റ ഏതാണ് മക്കളെ? മഞ്ഞ പാപ്പാത്തിയാണ്. ചോദ്യം സി. നിങ്ങളുടെ വീട്ടിൽ വിരുന്നു വരുന്ന ഏതെങ്കിലും 2 ഇനം പൂമ്പാറ്റകളുടെ പേരെഴുതുക. നീലക്കടുവ, കരിയില ശലഭം, ഇതൊക്കെ നമുക്ക് കോമൺലി കാണാൻ പറ്റുന്ന പൂമ്പാറ്റകളാണ് കേട്ടോ. ചോദ്യം ഡി. പൂമ്പാറ്റകളുടെ സംരക്ഷണം നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവയെ ആകർഷിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം? വീട്ടിൽ നല്ല പൂക്കൾ നട്ടു വളർത്തുക. കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുക. പ്രവർത്തനം 2. ഭക്ഷണത്തിലുമുണ്ട് കാര്യം. ചോദ്യം എ. പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ വിവിധ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. താഴെ തന്നിരിക്കുന്ന ആഹാര വസ്തുക്കൾ ഏതൊക്കെ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്? താഴെ നമുക്ക് മുരിങ്ങയില, ചെറുപയർ, പടവലങ്ങ, മുന്തിരി, ഗ്രീൻ പീസ്, മത്തങ്ങ, കടല, മരച്ചീനി, വെണ്ടയ്ക്ക, ആപ്പിൾ, ഓറഞ്ച്, ക്യാബേജ്, ചേമ്പ്, ചീര എന്നീ വിഭവങ്ങൾ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പട്ടിക അനുയോജ്യമായി പൂർത്തിയാക്കാം. ആദ്യത്തേത് കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. തന്നിരിക്കുന്നതിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? മരച്ചീനി ഉണ്ട്, അതുപോലെ ചേമ്പുണ്ട്. പിന്നെ അടുത്തത് കടല എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. കടല എന്താണ്? പയറുവർഗ്ഗമാണ്. അതിൽ ചെറുപയറും ഗ്രീൻ പീസും കടല കൂടാതെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇലവർഗ്ഗങ്ങൾ: മുരിങ്ങയില, ചീര. പച്ചക്കറികൾ: പടവലങ്ങ, മത്തങ്ങ, വെണ്ടയ്ക്ക, ക്യാബേജ്. ഓക്കെ. പിന്നെ അവസാനമായിട്ട് പഴങ്ങൾ: മുന്തിരി, ആപ്പിൾ, ഓറഞ്ച്. ചോദ്യം ബി. ഞാൻ ഒരു പയറുവർഗ്ഗ വിളയാണ്. എൻ്റെ നിറം പച്ചയാണ്. കടലയേക്കാൾ ചെറുതാണ്. ഞാൻ ആര്? ആരാണ് മക്കളെ? പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒരു പച്ച നിറത്തിലുള്ള കടലയേക്കാൾ ചെറുതാണെന്ന് പറയുമ്പോൾ ചെറുപയറാണ് അല്ലേ? ചോദ്യം സി. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? പാൽ, മുട്ട, മരച്ചീനി, മാംസം. ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? മരച്ചീനിയാണ്. കാരണം എന്താണ്? മരച്ചീനി ഒരു കിഴങ്ങ് വർഗ്ഗമാണ്. പാല്, മുട്ട, മാംസം എന്നിവ ജന്തുക്കളിൽ നിന്നും കിട്ടുന്ന വസ്തുക്കളാണ്. പ്രവർത്തനം 3. ബസ്സിൽ എഴുതിയിരിക്കുന്ന ബോർഡ് ശ്രദ്ധിച്ചല്ലോ. നോക്കിക്കേ, കയ്യും തലയും പുറത്തിടരുത് എന്ന ബോർഡാണ് എഴുതിയിട്ടുള്ളത്. ചോദ്യം എ. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാഹനം നിർത്തിയതിനു ശേഷം മാത്രമേ ഇറങ്ങാവൂ. കയ്യും തലയും പുറത്തിടരുത്. ഡോറിന് സമീപം നിൽക്കരുത്. വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തുപ്പരുത്. വാഹനത്തിൽ സുരക്ഷിതമായി പിടിച്ചിരിക്കുക. സീറ്റ് ബെൽറ്റ് ധരിക്കുക. ചോദ്യം ബി. റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് എന്തെല്ലാം കാരണങ്ങളുണ്ട്? എന്തൊക്കെയുണ്ട്? ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അമിതവേഗം, ഡ്രൈവറുടെ അശ്രദ്ധ, മുന്നറിയിപ്പ് ബോർഡുകൾ അനുസരിക്കാത്തത്, ട്രാഫിക് അടയാളങ്ങൾ ശ്രദ്ധിക്കാത്തത്, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്, സുരക്ഷിതമല്ലാത്ത റോഡുകൾ കൊണ്ട്, ഡ്രൈവറുടെ പരിചയക്കുറവ്, വാഹനപ്പെരുപ്പം. ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം ആക്സിഡൻറ്റുകൾ, റോഡ് അപകടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രവർത്തനം 4. എൻ്റെ തോട്ടം. പച്ചക്കറികളിൽ കീടനാശിനിയുടെ അളവ് കൂടുതൽ. വിഷാംശമുള്ള പച്ചക്കറികളുടെ ഉപയോഗം രോഗികളുടെ എണ്ണം കൂടുന്നു. ചോദ്യം എ. പത്രവാർത്തകളിലെ തലക്കെട്ടുകൾ വായിച്ചല്ലോ. സ്വന്തമായി അടുക്കളത്തോട്ടം ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായില്ലേ? ഒരു അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നതിന് നിങ്ങൾ എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തണം? വളക്കൂറുള്ള മണ്ണൊരുക്കുക, ഗുണമേന്മയുള്ള വിത്തിനങ്ങൾ തിരഞ്ഞെടുക്കുക, ജലലഭ്യത ഉറപ്പുവരുത്തുക. ചോദ്യം ബി. അടുക്കളത്തോട്ടത്തിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകും? എഴുതി നോക്കൂ. ശുദ്ധമായ വിഭവങ്ങൾ കഴിക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പ്രവർത്തനം 5. മണ്ണില്ലെങ്കിൽ നാമില്ല. ചോദ്യം എ. ഉത്സവത്തിൻ്റെ ഭാഗമായി ബാക്കി വന്ന പ്ലാസ്റ്റിക് കവർ കുഴിച്ചു മൂടാമെന്ന് അമ്മു പറഞ്ഞു. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ?
എന്തുകൊണ്ട്? യോജിക്കുന്നില്ല. കാരണം പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒരിക്കലും മണ്ണിൽ ലയിക്കില്ല. അത് ലയിച്ചു ചേരാൻ ഒരുപാട് വർഷങ്ങൾ വേണ്ടിവരും. ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കുകൾ മണ്ണിലേക്ക് വലിച്ചെറിയുന്നത് കൊണ്ട് ഒട്ടേറെ ജീവജാലങ്ങൾക്ക് അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചോദ്യം ബി. സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അധ്യാപകരും ശുചിത്വ ക്ലബ്ബ് അംഗങ്ങളും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. അവർ ശേഖരിച്ച വസ്തുക്കൾ ചുവടെ ചേർത്തിരിക്കുന്നു. ഇതിൽ നിന്നും മണ്ണിൽ അലിഞ്ഞു ചേരാത്ത വസ്തുക്കൾ കണ്ടെത്തി എഴുതൂ. ശേഖരിച്ച വസ്തുക്കൾ എന്തൊക്കെയാണ് മക്കളെ? പഴത്തൊലി, ഇലകൾ, പത്രക്കടലാസ്, തെർമോകോള്, പ്ലാസ്റ്റിക് കവർ, വിറക് കഷ്ണം, തുണി മാസ്ക്, ആഹാര പദാർത്ഥങ്ങൾ, മിഠായി കവർ, സ്ട്രോ, പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ, ബലൂണുകൾ, പൂക്കൾ, പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവയാണ്. ഇതിൽ മണ്ണിൽ അലിഞ്ഞു ചേരാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ്? തെർമോകോള്, പ്ലാസ്റ്റിക് കവർ, മിഠായി കവർ, പ്ലാസ്റ്റിക് സ്ട്രോ, ബലൂണുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവയാണ്. ചോദ്യം സി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ എന്ന ആശയം എല്ലാവരിലും എത്തിക്കുന്നതിനായുള്ള പോസ്റ്റർ വിദ്യാലയത്തിലെ വിവിധ ഇടങ്ങളിൽ പതിക്കാൻ അവർ തീരുമാനിച്ചു. അനുയോജ്യമായ പോസ്റ്റർ വാചകങ്ങൾ എഴുതൂ. മണ്ണില്ലെങ്കിൽ നാമില്ല. മണ്ണ് സംരക്ഷിക്കൂ, നാളെയെ രക്ഷിക്കൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് മണ്ണിനെക്കുറിച്ചും അതുപോലെ ജലത്തെക്കുറിച്ചും പഠിച്ചു പോകണം കേട്ടോ. അതിനെക്കുറിച്ചൊരു പോസ്റ്റർ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രവർത്തനം 6. ആരോഗ്യമാണ് സമ്പത്ത്. ചിത്രം നിരീക്ഷിക്കൂ. ചോദ്യം എ. രോഗം പകരാനുള്ള ഏതൊക്കെ സാഹചര്യങ്ങളാണ് ചിത്രത്തിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്നത്? ഓടയിൽ മലിനജലം കെട്ടിക്കിടക്കുന്നു. പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും അലക്ഷ്യമായി കിടക്കുന്നു. കിണറുകൾ വലയിട്ട് മൂടിയിട്ടില്ല. കൊതുകുകൾ വളരാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ട്. ചോദ്യം ബി. ജലം മലിനമാകാതെ സംരക്ഷിക്കേണ്ടതുണ്ട്. ജലത്തിലൂടെ പകരുന്ന 4 രോഗങ്ങളുടെ പേരെഴുതുക. കോളറ, വയറിളക്കം, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. ചോദ്യം സി. പരിസര ശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് വ്യക്തി ശുചിത്വവും നല്ല ആരോഗ്യശീലങ്ങളും. താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായ ആരോഗ്യശീലങ്ങൾക്ക് നേരെ തെറ്റ് അടയാളപ്പെടുത്തുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നു. അതൊരു ശരിയായ ശീലമാണ്. തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുന്നു. അത് തെറ്റായ കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നു. അത് ശരിയായ ഒരു കാര്യമാണ്. തുറന്നു വെച്ച ആഹാരം കഴിക്കുന്നു. അതും തെറ്റായ കാര്യമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ 2ഉം 4നും നേരെയാണ് എന്ത്? തെറ്റടയാളം ഇടേണ്ടത്. അപ്പോൾ എങ്ങനെയുണ്ട് മക്കളെ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ? സിമ്പിൾ അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുള്ള പാഠങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എക്സാം എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്